ബ്രഹ്മജ്ഞാനികൾക്ക് ബലാത്സംഗമാകാം. 16-കാരിയെ റേപ്പ് ചെയ്ത കുറ്റത്തിന് തടവറയിലേക്ക് പോകുമ്പോൾ ആസാറാം ബാപ്പു എന്ന 77-കാരനായ സ്വയം പ്രഖ്യാപിത ആൾദൈവം അനുയായികളോട് പറഞ്ഞ വാക്കുകളാണിവ. ഇന്ത്യയിൽ ഏത് ക്രിമിനൽ പ്രവർത്തനവും നിങ്ങൾക്ക് ദൈവത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മറച്ചു പിടിക്കാം. സന്യാസിക്ക് തെമ്മാടിയാവാം, പക്ഷെ തെമ്മാടിക്കൊരിക്കലും സന്യാസിയാവാനാവില്ല എന്ന പഴമൊഴി കേട്ടിട്ടില്ലേ? സത്യത്തിൽ ഇന്ത്യയിൽ അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, ചെറുതും വലുതുമായ 4000-ലേറെ ആൾദൈവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഗോവിന്ദ് പൻസാരയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഡീകോഡിംഗ് ഗോഡ്മെൻ എന്ന സംഘടന പറയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും നല്ല ബിസിനസ്സായി ഇത് മാറിയിരിക്കുകയാണ്. ഒരാൾ ദൈവത്തിന്റെ പേരിലായാൽ പിന്നെ നിങ്ങൾക്ക് നികുതി വെട്ടിക്കാം, ഭൂമി കയ്യേറാം, അനധികൃത സ്വത്ത് സമ്പാദനം നടത്താം, ആരും ചോദിക്കില്ല. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ നിങ്ങളുടെ കാൽക്കൽ വീഴും. എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആൾദൈവ വിപത്തിനെ കുറിച്ച് സംസാരിക്കുക തന്നെ. അതുപോലെ ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 2-ന് ഉത്തർപ്രദേശിലെ ഹത്രസിനടുത്തെ ഫുലരി ഗ്രാമത്തിലെ സിക്കന്ദർ റാവു മേഖലയിൽ ഭോലെ ബാബ എന്ന ആൾദൈവത്തെ കാണാനും കേൾക്കാനുമായി തടിച്ചുകൂടിയവരിൽ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 121 പേർക്കാണ്. ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ബഹളം കൂട്ടുകയാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടെയാണ് ഈ ആൾദൈവ സംസ്കാരം വളർന്നതെന്ന് ഡീകോഡിംഗ് ഗോഡ്മെൻ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ഹത്രസിൽ ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരനായി വിവാദ ആൾദൈവം ഭോലെ ബാബയും ഇത്തരം ഒരാൾദൈവം തന്നെയായിരുന്നു. ആധ്യാത്മിക ജീവിതം തിരഞ്ഞെടുത്ത സൂരജ് പാൽ സത്സംഗങ്ങൾ സംഘടിപ്പിച്ചാണ് പ്രബോധനങ്ങൾ ആരംഭിച്ചത്. ഇതിനിടെ ഇയാൾ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായി. 1997-ലാണ് ലൈംഗികാതിക്രമ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് ഉണ്ടാവുന്നത്. പിന്നാലെ ജയിൽവാസവും അനുഭവിച്ചു. ജയിൽ മോചിതനായ ശേഷം സൂരജ് പാൽ സ്വയം സാഗർ വിശ്വഹരി ബാബ എന്ന പേര് സ്വീകരിച്ചു. ജന്മഗ്രാമത്തിലെ ആശ്രമത്തിലേക്ക് ഭക്തരെ ആകർഷിച്ചു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും UP അതിർത്തിയോട് ചേർന്നുള്ള രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളിലുമാണ് കൂടുതൽ അനുയായികൾ ഉള്ളത്. ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു ഇയാളുടെ അനുയായികളിൽ ഭൂരിഭാഗവും. ഉത്തർപ്രദേശിൽ തന്നെ ജാദവ്, വാൽമീകി ദളിതർക്കിടയിലാണ് ഇയാൾക്ക് സ്വാധീനം കൂടുതലുള്ളത്. ആൾദൈവങ്ങൾ പ്രധാനമന്ത്രിമാരുടെ അടുക്കളയിൽ വരെ എത്തിയ ചരിത്രം ഈ രാജ്യത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനി ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെട്ടിരുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയുടേതാണ്. ഇന്ത്യൻ റാസ്പുട്ടിൻ, പറക്കും യോഗി തുടങ്ങിയ വിശേഷണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരിക്ക്. അതുപോലെ നരസിംഹറാവു മന്ത്രിസഭകളുടെ കാലത്ത് അധികാരത്തിന്റെ ഇടനാഴികളിലെ നിറസാന്നിധ്യമായിരുന്നു ചന്ദ്രസ്വാമി. രാജസ്ഥാനിലെ ഇടത്തരം കുടുംബത്തിൽ 1948 സെപ്റ്റംബർ 29-ന് ജനിച്ച നെമിചന്ദ് പിന്നീട് ലോകം കണ്ട വലിയ ഉപജാപകരിൽ ഒരാളായ ചന്ദ്രസ്വാമിയായി വളർന്നത് അവിശ്വസനീയമായ കഥയാണ്. ഇന്ത്യയിലും വിദേശത്തുമായി കോടിക്കണക്കിന് ഭക്തന്മാരുണ്ടായിരുന്ന സത്യസായി ബാബയ്ക്കെതിരെയും വൻ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത്. 2002 ജനുവരിയിൽ ഡെൻമാർക്ക് TV ഡെസ്യൂട്ട്സ് ബൈ സായിബാബ എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ ബാബ നടത്തിയ അത്ഭുത പ്രവർത്തികൾ വ്യാജമാണെന്ന് തെളിവ് സഹിതം വിശദീകരിക്കുകയുണ്ടായി.